മക്കൾസ്, നിങ്ങൾക്ക് ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാഫുകൾ കുറേ പഠിക്കാൻ നമ്മൾ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എന്ന് അല്ലേ. അപ്പോൾ ആ ഗ്രാഫ് നമുക്ക് ചാപ്റ്റർ വൈസ് ഏതൊക്കെ ഗ്രാഫാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, എങ്ങനെയൊക്കെയാണ് അത് പഠിക്കേണ്ടത് എന്നൊന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ എന്തായാലും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പം ഗ്രാഫൊന്നും മിസ് ചെയ്തില്ല എന്നങ്ങ് ഉറപ്പിച്ചോ ഈ ചെറിയ വീഡിയോയിൽ. അപ്പം വളരെ ചെറിയ വീഡിയോയിൽ നമുക്ക് എന്ത് പഠിക്കാം, ഈ ഗ്രാഫുകളൊന്ന് പഠിച്ച് സെറ്റാക്കാം. എടാ, ഫസ്റ്റ് ഗ്രാഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ് എന്തിൻ്റെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ ഗ്രാഫ് എന്തിൻ്റെയാണ്? ഇത് ഗ്രാഫ് കാണുമ്പോഴേക്ക് പഠിക്കാനും നിൽക്കണ്ട, ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അതായത് വൈ ആക്സിസിൽ കണ്ടോ പാർഷ്യൽ പ്രഷർ എന്ന്, വൈ ആക്സിസിൽ. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ കണ്ടോ മോൾ ഫ്രാക്ഷൻ എന്ന്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് HCl, പാർഷ്യൽ പ്രഷർ ഓഫ് HCl. അപ്പോൾ HCl എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ബന്ധം അത് ഹെൻറീസ് ലോ ആണ്. കാരണം ആ HCl സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്ന സൊല്യൂഷനിലാണ് ഡിസോൾവ് ചെയ്തത്. അപ്പോൾ ഹെൻറീസ് ലോ ബന്ധപ്പെട്ട ഗ്രാഫാണ്. സോ മക്കളെ, ഇത് ഹെൻറീസ് ലോയുമായി ബന്ധപ്പെട്ട ഗ്രാഫാണ്. അപ്പോൾ അടുത്ത ഡൗട്ട് എന്താ മക്കൾക്ക്? ഇത് എക്സാമിന് വരക്കാനൊക്കെ ചോദിക്കും. ഇത് എക്സാമിന് അങ്ങനെ വരക്കാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് ഈ ഗ്രാഫ് തന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് ഈ ഹെൻറീസ് ലോയുടെ ഗ്രാഫ് പ്രകാരം ഒരു ഭാഗത്ത് വൈ ആക്സിസിൽ പാർഷ്യൽ പ്രഷറും എക്സ് ആക്സിസിൽ നമ്മുടെ HCl എടുത്തിട്ടുണ്ട്, മീൻസ് മോൾ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. നേരെയാണ് ആ ഗ്രാഫ് പോകുന്നത്. അപ്പോൾ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ P പ്രൊപ്പോർഷണൽ ടു, കണ്ടോ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തതെന്ന്, P പ്രൊപ്പോർഷണൽ ടു കൈ. എന്നിട്ട് നമുക്ക് ഹെൻറീസ് ലോ പ്രകാരം നമുക്കറിയാൻ പറ്റും P = KH കൈ. ഇങ്ങനെയാണ് ഇക്വേഷനിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ ഇക്വേഷനിലെ ഈ ഗ്രാഫിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് എന്താ എന്ന് മക്കൾ ചോദിക്കുമ്പോൾ മക്കൾ പറഞ്ഞോണം, ഹെൻറീസ് ലോയിലെ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് KH ആണ്. സെറ്റല്ലേ? പിയും കൈയും വൈ ആക്സിസിലും എക്സ് ആക്സിലും എടുത്തിട്ടുണ്ടെങ്കിൽ KH ഇവിടുത്തെ സ്ലോപ്പാണ്. അപ്പോൾ KH ആണ് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ്. കാരണം y = mx + c എന്നുള്ള പ്രകാരമാണ്. C എന്ന് പറയുന്നത് ഇൻ്റർസെപ്റ്റാണ്, 0 ആണ്. അപ്പോൾ mx എക്സ് ആക്സിസിലുള്ള എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറയുന്നത് KH ആണ്. ഓക്കെ, സെറ്റ്. അപ്പോൾ ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ ഗ്രാഫ് പിന്നെ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് സെറ്റ് ആയതായിരിക്കും, ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. അപ്പം മക്കൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചേക്കണം. ഐഡിയൽ സൊല്യൂഷനിൽ ഓരോന്നും എവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് കൊടുക്കുന്നത് എന്നൊന്നും മറക്കാണ്ട് ചെയ്തു വെച്ചോണം. ഒരു ഭാഗത്ത് കൈ1 1ഉം കൈ2 0 ആയിരിക്കും, അവിടെ അയാൾ മാത്രമേ ഉള്ളൂ. മറ്റേടത്ത് കൈ1 0 കൈ2 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ കൈ1 1 എന്ന് എഴുതിയത് എവിടെയാണോ അവിടെ P1 0, കൈ2 1 എന്ന് എവിടെ എഴുതിയാണോ അവിടെ P2 0. എന്നിട്ട് ഈ ഗ്രാഫ് ഇങ്ങനെ പോകുന്നു, ഡോട്ട് വരയ്ക്കുന്നു. P1ഉം P2ഉം കൂടെ ചേർന്നെടുത്ത് P1 + P2. ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫാണെന്ന് മാത്രമല്ല, ഐഡിയൽ സൊല്യൂഷൻ്റെ ലോ ഒബേ ചെയ്യുന്നത്, ഐഡിയൽ സൊല്യൂഷൻസ് ആരൊക്കെയാണോ, റോൾസ് ലോ ഒബേ ചെയ്യുന്ന ഐഡിയൽ സൊല്യൂഷൻസ് ആരൊക്കെയാണോ അതിനൊക്കെ ഈ ഗ്രാഫ് തന്നെയാണ്. അടുത്തത് ഏതാ? ഇത് പോസിറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷനും പോസിറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷൻ്റെ ഗ്രാഫ്, പോസിറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷൻ്റെ ഗ്രാഫും പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ സൊല്യൂഷൻ, ഇത് നെഗറ്റീവ് ഡീവിയേറ്റഡ് സൊല്യൂഷൻ്റെ ഗ്രാഫുമാണ്. അപ്പം പോസിറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ എക്സാമ്പിൾ വെച്ചിട്ട് മക്കളോട് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ വെരി സിമ്പിൾ അല്ലേ ഈ ഗ്രാഫ്? എന്താ ഗ്രാഫ് പ്രകാരം നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ് ഡോട്ടിട്ട് വരച്ചത്. ആ ഡോട്ടിട്ട് വരച്ചതിൻ്റെ മുകളിലൂടെ നമ്മൾ വിചാരിച്ചതിനേക്കാൾ എക്സ്ട്രാ കൂടുതൽ വാല്യൂ കിട്ടി, അതാണ് മുകളിലൂടെ വരച്ചത് പോസിറ്റീവ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ താഴത്തൂടെയാണ് വാല്യൂ കിട്ടി, നമ്മൾ വിചാരിച്ചതിനേക്കാൾ താഴത്താണ് വാല്യൂ, അതാണ് നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ അതും സെറ്റാണല്ലോ. സൊല്യൂഷൻ ഇപ്പോൾ എത്ര ഗ്രാഫായി? 4 ഗ്രാഫായേ. നെക്സ്റ്റ് ഇതാ നമ്മുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ളിടത്തുള്ള ഗ്രാഫാണ് കേട്ടോ. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് EBP. ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് DFP. അത് ഞാൻ എഴുതാനുള്ള മടികൊണ്ട് അങ്ങനെ എഴുതുന്നതാണ്. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. എടാ, എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ ഈ ഗ്രാഫും വരക്കാനല്ല ചോദിക്കുക, മറ്റേ ഈ 2 ഗ്രാഫും വരക്കാൻ ചോദിക്കും. ഈ ഗ്രാഫ് ഇതും വരക്കാൻ ചോദിക്കും. ഇത് സാധാരണ വരക്കാനല്ല ചോദിക്കുക, ഈ ഗ്രാഫ് തന്നിട്ട് ഗ്രാഫിൽ സോൾവെൻറ്റ് സൊല്യൂഷൻ അടയാളപ്പെടുത്താൻ പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൊല്യൂഷൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചറാണ് എപ്പോഴും കൂടുതൽ. അപ്പോൾ സൊല്യൂഷൻ തട്ടുന്ന ഭാഗം ഇതാണ് ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുതലുള്ളത്. അപ്പോൾ ഈ കേർവ് എപ്പോഴും സൊല്യൂഷൻ ആയിരിക്കും. സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, അപ്പോൾ സോൾവെൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഇതായിരിക്കും. അപ്പോൾ സോൾവെൻറ്റിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കുറവും സൊല്യൂഷൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ബോയിലിംഗ് ടെമ്പറേച്ചർ സൊല്യൂഷന് കൂടുതൽ, സോൾവെൻറ്റിന് കുറവ് എന്ന ഐഡിയ മക്കൾ മനസ്സിലാക്കി വെക്കണം. അതാണ് ആ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അഥവാ എക്സാമിന് വരക്കാൻ ചോദിച്ചാലും നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. 2 കേർവ് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് കുറവ് സോൾവെൻറ്റിനും കൂടുതൽ സൊല്യൂഷനും. അത് ഇവിടെ എത്തുമ്പോൾ തിളക്കാൻ കാരണം അറ്റ്മോസ്ഫിയറിക് പ്രഷറിനോട് ഈക്വൽ ആകുമ്പോൾ ഇത് തിളക്കും. സെറ്റ്. അപ്പോൾ വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വേപ്പർ പ്രഷർ കൂടുന്നു എന്നർത്ഥം. ദെൻ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്? നേരെ തിരിച്ചാണ്.
സൊല്യൂഷൻ്റെ കേവ് ആണ് ഫ്രീസിങ് ടെമ്പറേച്ചർ കുറവ്. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ കുറവ് സൊല്യൂഷനും, ഫ്രീസിങ് ടെമ്പറേച്ചർ കൂടുതൽ സോൾവെൻറ്റിനും. അപ്പോൾ 0 ഡിഗ്രിയിൽ നമ്മുടെ സോൾവെൻറ്റ് ഫ്രീസ് ആവുമെങ്കിൽ 0യും കഴിഞ്ഞ് കുറഞ്ഞ് മൈനസ് എത്തുമ്പോഴേ സൊല്യൂഷൻ ഫ്രീസ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ഇതാണ് ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ, ഈ പോയിന്റ് വരെ ഇത് ലിക്വിഡാണ്, ഈ പോയിന്റ് കഴിഞ്ഞാൽ ഇത് ഫ്രീസായി, അതാണ് ഫ്രോസൺ എന്ന് പറഞ്ഞത്. ഓക്കെ, എന്നാൽ നമ്മുടെ സൊല്യൂഷൻ ഫ്രീസ് ആവാൻ ഇത് കഴിഞ്ഞിട്ടേ ഫ്രീസ് ആവുക, ഇവിടെ മുതലേ സൊല്യൂഷൻ ഫ്രീസ് ആവുള്ളൂ. സൊല്യൂഷൻ ഫ്രീസ് ആവണമെങ്കിൽ ഈ പോയിന്റ് കഴിയണം. ഇത്രയേ ഉള്ളൂ. ഈ ഗ്രാഫിലും സൊല്യൂഷൻ്റെയും സോൾവെൻറ്റിൻ്റെയും കേവ് മക്കൾ നോക്കി വെക്കണം. റെഡി അല്ലേ? അതാണ് സൊല്യൂഷൻസ് എന്നുള്ള ഗ്രാഫ്. അപ്പോൾ സൊല്യൂഷൻസ് എന്നുള്ള ഗ്രാഫ് സെറ്റ് നിങ്ങളൊന്ന് ഐഡിയപരമായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ദെൻ ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഗ്രാഫ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കടാ, ഈ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണ്? ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ഗ്രാഫിൽ ഈ ഗ്രാഫ് എന്തിൻ്റെ ഗ്രാഫാണ്? ഈ ഗ്രാഫ് വെരി സിമ്പിൾ. എടാ, ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫാണ്, ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഗ്രാഫാണ്. ഈ ഗ്രാഫിന് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ വാല്യൂ, അഥവാ ഈ വാല്യൂ ചെന്ന് തട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ ഈ തട്ടുന്ന സ്ഥലമാണ് λ0m, അഥവാ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ സ്ട്രോങ്ങിൻ്റെ വാല്യൂ നമുക്ക് ഗ്രാഫ് നിന്ന് കണ്ടുപിടിക്കാം. എന്നാൽ വീക്കിൻ്റെ ഗ്രാഫ് കണ്ടോ പോവുകയാണ്, നേരെ പോവുകയാണ്. അപ്പോൾ വീക്കിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റൂല. അപ്പോൾ λ0m ഗ്രാഫ് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആരത് മാത്രം? സ്ട്രോങ്ങിൻ്റെത്. അപ്പോൾ KCl എന്തായാലും സ്ട്രോങ് ആയിരിക്കുമെന്ന് മനസ്സിലായി. ഇത് വീക്കായിരിക്കും. ഇതും എക്സാമിന് വരക്കാൻ ചോദിക്കുന്നതിനപ്പുറം ഈ രണ്ട് കേവ് വന്നിട്ട് ഇതിൽ ഏതാണ് സ്ട്രോങ്ങിൻ്റെത് ഏതാണ് വീക്കിൻ്റെത് എന്നാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്നാണുള്ളത് ചോദ്യം. പിന്നെ സ്ട്രോങ്ങിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഇവിടെ സ്ട്രോങ് എന്ന് ഇക്വേഷനും കിട്ടും. എന്താണ് ഇക്വേഷൻ? λm = λ0m മൈനസ് A√C. അതും കിട്ടും. ഈ എ എന്താണ്? അവിടുത്തെ സ്ലോപ്പാണ് എന്ന് പറഞ്ഞാൽ സോൾവെൻറ്റിൻ്റെ നാച്ചുറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ ആണ് എ. അതും സെറ്റാണ്. നെക്സ്റ്റ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ആകെ ഒരൊറ്റ ഗ്രാഫേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ സെറ്റാക്കി. ഇനി കെമിക്കൽ കൈനറ്റിക്സിൽ നമുക്കറിയാം കുറച്ചധികം ഗ്രാഫുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് നോക്കിയേ, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫിൽ ഇതും വരക്കാനല്ല ചോദിക്കുക, പകരം അഥവാ ചോദിക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നിങ്ങൾ കാണുന്ന റേറ്റാണ്, ഒരു പ്രത്യേക ടൈമിൽ നിങ്ങൾ കാണുന്ന റേറ്റാണ് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതാ കണ്ടോ, ഇവിടെ ഇത് പ്രകാരം 600 സെക്കൻഡിലുള്ള ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്. അഥവാ നിങ്ങളിങ്ങനെ ഒരു ഗ്രാഫ്, ഒരു കേവ് കിട്ടിയത് കണ്ടോ, ഈ കേവിൻ്റെ സ്ലോപ്പ് ഇല്ലേടാ, ആ കേവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, ആ സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ വൈ ആക്സിസിൽ ടൈമും, എക്സ് ആക്സിസിൽ ടൈമും അതുപോലെ തന്നെ വൈ ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷനും എടുത്തിട്ടുള്ള ഗ്രാഫ്, വൈ ആക്സിസിൽ കോൺസെൻട്രേഷനും എക്സ് ആക്സിസിൽ ടൈമും വെച്ചുള്ള ഗ്രാഫിൽ, ആ ഗ്രാഫിൽ നിന്ന് തരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ആണല്ലോ, ആ റേറ്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റിൻ്റെ കേവാണ്. ആ റേറ്റ് ആണ് അവിടുത്തെ സ്ലോപ്പ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ആണ് അവിടുത്തെ സ്ലോപ്പ്. അത് നിങ്ങൾ മറക്കാണ്ടിരിക്കുക. ഓക്കെ, സെറ്റ് അല്ലേടാ? അടുത്ത ഗ്രാഫിലേക്ക് പോകാം. വെരി സിമ്പിൾ. അടുത്ത ഗ്രാഫ് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. എടാ മക്കളെ, ഇത് 0 ഓർഡറിൻ്റെ ഗ്രാഫ്, ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ്, അറീനിയസിക്കേഷൻ്റെ ഗ്രാഫ്. അതിൽ ഫസ്റ്റ് ഓർഡറിന് 2 ഗ്രാഫുകൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും മക്കൾ നോട്ട് ചെയ്ത് വെക്കണം. 0 ഓർഡറും ഫസ്റ്റ് ഓർഡറും നമ്മളെ വ്യത്യാസം തന്നെ നമുക്കറിയാം. അത് നോക്കിയാൽ ഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ എല്ലാം ഒരേ ടൈപ്പാണ്, എല്ലാം ഒരേ ടൈപ്പാണ്. ഒക്കെ സ്ട്രൈറ്റ് ലൈനാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്, ഒക്കെ സ്ട്രൈറ്റ് ലൈനാണ്. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 0 ഓർഡർ ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ആറും ടൈമും. അപ്പോൾ ഇത് തട്ടുന്ന സ്ഥലം കോൺസെൻട്രേഷൻ ഓഫ് ആർ 0. എന്നാൽ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ അവിടെ LNR വരുന്നത്, വെറും ആറല്ല LNR. അപ്പോൾ ഇത് ചെന്ന് തട്ടുന്ന സ്ഥലം LNR 0. അപ്പോൾ LN കണ്ടാൽ തന്നെ അത് ഫസ്റ്റ് ഓർഡർ ആണെന്ന് മനസ്സിലാക്കുക. അവിടെയും ടൈം. ഇനി രണ്ടിടത്തുള്ള സ്ലോപ്പ് -k ആണ്. k = മൈനസ് സ്ലോപ്പ് പറഞ്ഞാലും സ്ലോപ്പ് = -k പറഞ്ഞാലും ഒന്ന്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലോപ്പ് ഇവിടെ മൈനസ് ആണ്. തൊട്ടുമ്പോൾ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞ ഗ്രാഫിൽ ഒരു സ്ലോപ്പ് നമ്മൾ KH എന്ന് പറയുന്നു, ഹെൻറീസ് ലോണ്ട്, അത് പോസിറ്റീവാണ്. അത് കാരണം മുകളിലേക്കാണ് ഗ്രാഫ് പോകുന്നത്, ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. പക്ഷേ താഴത്തേട്ടാണ് ഗ്രാഫ് വരുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ സ്ലോപ്പ് എപ്പോഴും മൈനസ് ആയിരിക്കും. ആ പോയിന്റും നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ മൈനസ് ആണോ പ്ലസ് ആണോ കൺഫ്യൂഷൻ ഈ എക്സാം ഹാളിൽ നിന്ന് വേണ്ട, സ്ലോപ്പ് മൈനസ് ആയി. ഇനി നോക്കിയാൽ അറീനിയസ് ഇക്വേഷൻ്റെ ഗ്രാഫ് നോക്കിയാൽ, അറീനിയസ് ഇക്വേഷനിൽ ടെമ്പറേച്ചറും റേറ്റ് കോൺസ്റ്റൻറ്റ് തമ്മിലുള്ള ബന്ധമാണ്. അപ്പം വൈ ആക്സിസിൽ റേറ്റ് കോൺസ്റ്റൻറ്റ്, എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ, അത് 1/T ആണ്. 1/T ആണ്. ഗ്രാഫ് വരക്കാൻ ചോദിക്കുക, അറീനിയസ് ഇക്വേഷൻ്റെ LNK ആണ്. ഇത് ചെന്ന് തട്ടുന്ന സ്ഥലം LNA. ആ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ദെൻ സ്ലോപ്പ് എന്താ മക്കളെ? -EA/R. എഗെയിൻ മൈനസ് വരാൻ കാരണം ഇത് താഴോട്ട് പോകുന്നു. സോ സ്ലോപ്പ് -EA/R. ഇൻ്റർസെപ്റ്റ് LNA, ചെന്ന് തട്ടുന്ന സ്ഥലം LNA. വൈ ആക്സിസിൽ LNK, എക്സ് ആക്സിസിൽ 1/T. ഇനി 0 ഫസ്റ്റ് ഓർഡറിൻ്റെ ഈ ഗ്രാഫും കൂടി നോക്കിക്കേ. ഈ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഓർഡറിൻ്റെ ഈ ഗ്രാഫ് പ്രകാരം വൈ ആക്സിസിൽ log R0/R, എക്സ് ആക്സിസിൽ എപ്പോഴും ടൈം.
എക്സ് ആക്സിൽ അപ്പോഴും ടൈം. സീറോ ഓർഡറിനും ഫസ്റ്റ് ഓർഡറിനൊക്കെയാണ് എക്സ് ആക്സിൽ ടൈമാണ്. അറീനിയസ് ഇക്വേഷൻ മാത്രമാണ് 1/t, അത് ടി ടൈം അല്ല ടെമ്പറേച്ചറാണ്. ദെൻ സ്ലോപ്പ് നോക്കിക്കേ -k/2.303. അത് ലോഗ് ആയതുകൊണ്ടാണ് ഇവിടെ താഴത്ത് 2.303 വന്നത്. ലോഗ് ആയതുകൊണ്ടാണ് ഇവിടെ 2.303 വന്നത്. ln ആയിരുന്നെങ്കിൽ -k എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിൽ -k അല്ല കേട്ടോ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം, ഇവിടെ തെറ്റിയതാണ്. -k അല്ല മക്കളെ, ഇവിടെ +k ഉള്ളൂ കേട്ടോ, കാരണം സ്ലോപ്പ് നേരെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. സോ മക്കളെ ഇതാണ് പോയിന്റ്. സോ ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഫസ്റ്റ് ഓർഡറിന് 2 ഗ്രാഫുണ്ട്. ലോഗ് r0/r നിങ്ങൾ y ആക്സിസിലെടുത്തു, എക്സ് ആക്സിൽ ടൈം എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ഏത് ഇക്വേഷനാണ് വരുന്നത്? ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെ ഗ്രാഫ് എന്താ? ലോഗ് ഫസ്റ്റ് ഓർഡറിൻ്റെ ഇക്വേഷൻ എന്താ? k = 2.303/t log r0/r. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്നാണ് ആ ഗ്രാഫ് എടുത്തത്. വെരി സിമ്പിൾ. നോക്കടാ, ആ ഗ്രാഫ് പ്രകാരം, ആ ഇക്വേഷൻ പ്രകാരം ലോഗ് r0/r y ആക്സിസിലെടുത്തു, ടൈമിനെ നമ്മൾ എക്സ് ആക്സിസിലെടുത്തു. അപ്പോൾ ഈ 2.303 ഡിനോമിനേറ്ററിന് ഇപ്പുറത്ത് പോകും, k/2.303 ആവും. അത് നമ്മൾ സ്ലോപ്പിലെടുത്തു. അത്രയേ ഉള്ളൂ. സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ദെൻ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് വരുന്ന മറ്റൊരു ഗ്രാഫാണ് നമ്മുടെ ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫ്. ഒരു റിയാക്റ്റൻറ്റിന് പ്രൊഡക്റ്റ് ആക്കണമെങ്കിൽ ആദ്യം റിയാക്റ്റൻറ്റിന് എന്ത് ചെയ്യണം? ഒരു പ്രത്യേക എനർജി കൊടുത്തിട്ട് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്കണം. ഇങ്ങനെ കൊടുക്കുന്ന റിയാക്റ്റൻറ്റിന് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആക്കാൻ വേണ്ടി കൊടുക്കുന്ന എനർജിയാണ് ആക്ടിവേഷൻ എനർജി. അപ്പോൾ ദിസ് ഗ്രാഫ് ഷോസ് ആക്ടിവേഷൻ എനർജി. സോ ആ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്ന് എനർജി കുറഞ്ഞിട്ട് താഴോട്ട് വരുന്നു. അപ്പോൾ ഒരു വൈ ആക്സിസിൽ നിങ്ങൾ എനർജിയുടെ പൊട്ടൻഷ്യൽ എനർജിയും എക്സ് ആക്സിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ആ കോർഡിനേറ്റും കാണിച്ചു. സെറ്റ് ആക്ടിവേഷൻ എനർജിൻ്റെ ഗ്രാഫ്. ദെൻ അതേ ഗ്രാഫിൽ ഒരു കാറ്റലിസ്റ്റ് നിങ്ങൾ ചേർത്താൽ, ഡോട്ട് ഇട്ട് കണ്ടോ, അത് കാറ്റലിസ്റ്റ് ചേർത്തതാണ്. അതേ ഇതിൽ നിങ്ങൾ കാറ്റലിസ്റ്റ് ചേർക്കുകയാണെങ്കിൽ അത്രയും ആക്ടിവേഷൻ എനർജി വേണ്ട, ആക്ടിവേഷൻ എനർജി കുറഞ്ഞു. അപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പണി തന്നെ എന്താണ്? ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുക. അപ്പോൾ കാറ്റലിസ്റ്റ് വന്നാലുള്ള ഗ്രാഫ്, ആദ്യം നിങ്ങളുടെ ആക്ടിവേഷൻ എനർജി ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ കാറ്റലിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ താഴെയാവും. റെഡി? നെക്സ്റ്റ് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പോൾ ഇത് ആക്ടിവേഷൻ എനർജിൻ്റെ ഗ്രാഫാണ് കേട്ടോ, ആക്ടിവേഷൻ എനർജിയുടെ ഗ്രാഫാണ് ഇത്. അതൊക്കെ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇത് ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് പഠിച്ചില്ലേ? മാക്സ്വെൽ ബോൾസ്മാൻ ഡിസ്ട്രിബ്യൂഷൻ കർവ്. അതിലെന്താ പറയുന്നത്? വെരി സിമ്പിളാ മക്കളെ. അതിലെന്താ പറയുന്നത്? വെരി സിമ്പിൾ. അതായത് ഒരു ഗ്രാഫ് ഇങ്ങനെ പോകുന്നത് കണ്ടോ, ഇത് നമ്മുടെ സാധാ ടെമ്പറേച്ചറിൽ പോകുന്നത്, അതായത് ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ടി, ക്യാപിറ്റൽ ടി എടുത്തോ, ടി എന്ന ടെമ്പറേച്ചറിൽ. ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്യാസിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസിൽ കുറച്ച് എനർജി, വളരെ കുറച്ച് മോളിക്യൂൾസിന് നല്ല എനർജി, ഒരു മീഡിയം അതിൻ്റെ ഇടയ്ക്ക് കുറേ മോളിക്യൂൾസിന് അതിൻ്റെ ഇടയ്ക്കുള്ള എനർജി. അഥവാ കുറച്ച് മോളിക്യൂൾസിന് ഇവിടെ എക്സ് ആക്സിസിൽ എനർജിയാണ് കാണിച്ചത്, വൈ ആക്സിസിൽ എത്ര മോളിക്യൂൾസ്, ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ കുറച്ച് മോളിക്യൂൾസിന് ഇത്ര എനർജി, വളരെ കുറച്ച് മോളിക്യൂൾസിന് ഇത്ര എനർജി, നല്ല എനർജി കൂടുതൽ. എന്നാൽ ഒരുപാട് മോളിക്യൂൾസ് ഇവിടെയാണ്, അതിന് ഇത്ര എനർജി, മീഡിയം എനർജി. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? ഒരു ഗ്യാസിലുള്ള മോളിക്യൂൾസിന് എല്ലാവർക്കും ഒരേ എനർജി അല്ല, ഡിഫറൻറ്റ് കൈനറ്റിക് എനർജി ആയിരിക്കും. കുറച്ച് ആളുകൾ പതുക്കെ മൂവ് ചെയ്യും, കുറച്ച് ആളുകൾ വൻ സ്പീഡിൽ മൂവ് ചെയ്യും, അതിൻ്റെ ഇടയ്ക്കുള്ള എണ്ണം കുറേ എണ്ണം ഒരു മീഡിയം സ്പീഡിൽ മൂവ് ചെയ്യും. അതാണ് കൈനറ്റിക് എനർജിൻ്റെ ഗ്രാഫ് വെച്ച് വരച്ചത്. അപ്പോൾ കൈനറ്റിക് എനർജി ഒരു ഭാഗത്തും ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഒരു ഭാഗത്തും. ദെൻ അതേ ഗ്യാസ് നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ, ഒരു 10 ഡിഗ്രി കൂട്ടി ടെമ്പറേച്ചർ കൂട്ടിയാൽ ആ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി മൊത്തം അങ്ങ് കൂടും. ടെമ്പറേച്ചർ കൂട്ടുന്നതോടുകൂടി ഓട്ടം കൂടും, മൂവ്മെൻറ്റ് കൂടും. പതുക്കെ ഓടിയിരുന്നൊരു ഓടാന്ന് പറഞ്ഞാൽ ഓടാൻ തുടങ്ങും. അപ്പോൾ സംഭവം എന്ത് ചെയ്യും? ആ ഗ്രാഫ്, നമ്മുടെ കേവ് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. ആദ്യം ഉണ്ടായിരുന്ന ഈ കേവ് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അതാണ് ഈ മാക്സ്വെൽ. അപ്പം ടെമ്പറേച്ചർ കൂട്ടിയപ്പോൾ കൈനറ്റിക് എനർജി കൂടി. അപ്പോൾ ഈ പീക്ക് ഉണ്ടല്ലോ, ഈ കേവിൻ്റെ ഈ പീക്ക്, അവിടെയാണ് നമ്മൾ ഇവിടെ ഈ പീക്ക് നമ്മൾ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി എന്ന് പറയാം. എന്താ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിയാണ്? ഹൈ എനർജിയാണോ? അല്ല, ഒരുപാട് മോളിക്യൂൾസിനുള്ള എനർജി. ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോളിക്യൂൾസിന് പ്രോസസ്സ് ചെയ്യുന്ന എനർജിയാണ് മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജി. ആ മോസ്റ്റ് പ്രോബബിൾ കൈനറ്റിക് എനർജിൻ്റെ പീക്ക് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, ഇവിടുന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ടെമ്പറേച്ചർ കൂട്ടുമ്പോഴുള്ള കോമ്പൊണന്റ്. ദെൻ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെൻറ്റ്സ്. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ ഗ്രാഫോ സർ? ഒരു 3 ഗ്രാഫ് നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത്തത്, ഈ ഗ്രാഫ് എന്ന് പറയുന്നത് മെൽറ്റിംഗ് പോയിൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാഫാണ്.
മെൽറ്റിംഗ് പോയിന്റ് കൂടണമെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺസ് കൂടുമ്പോഴാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുക എന്ന് എൻ്റെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 3D സീരീസാണിത്. ഇത് 4D സീരീസ്, ഇത് 5D സീരീസ്. ഗ്രാഫ് ജസ്റ്റ് നിങ്ങൾ ഗ്രാഫൊന്നും വരയ്ക്കാൻ ചോദിക്കില്ല, ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഗ്രാഫ് ഒരു കുന്നും മലയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് മനസ്സിലാക്കുക. ഒരു കുന്നും മല ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ആ താഴ്ച വരാനുള്ള കാരണം എന്താ? മാംഗനീസാണ്. അപ്പോൾ എക്സെപ്ഷൻ കേസ് ഉണ്ട്. ഇങ്ങനെ കൂടി പോകുമായിരുന്ന മെൽറ്റിംഗ് പോയിന്റ് പെട്ടെന്ന് കുറഞ്ഞമാർക്ക് മാംഗനീസ് ഓൾറെഡി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ആ കാരണം. അപ്പോൾ മാംഗനീസിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്. 3D സീരീസിൽ മാംഗനീസിന് മെൽറ്റിംഗ് പോയിന്റ് എക്സെപ്ഷനാണ്. ഏറ്റവും കുറവാണെന്നല്ല, കുറവാണ്. ഏറ്റവും കൂടുതൽ 3Dയിൽ മെൽറ്റിംഗ് പോയിന്റ് CR-നാണെന്നും ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. ക്രോമിയത്തിനാണ് ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത്. എന്നാൽ മൊത്തം D ബ്ലോക്കിൽ തന്നെ ഏറ്റവും കൂടുതൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് W ആണ്. W എന്ന് പറഞ്ഞാൽ ടങ്സ്റ്റൺ ആണ്. ഓക്കെ, ആ ഗ്രാഫ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു കുന്ന് പോലെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളത്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ആണ് മെൽറ്റിംഗ് പോയിന്റ് കൂടാൻ കാരണം. ഒരു പോയിന്റ് കൂടി ഓർത്ത് വെച്ചോ, ഏകദേശം ദിസ് ഗ്രാഫ് ഈസ് സിമിലർ ടു അറ്റോമൈസേഷൻ എൻതാൽപ്പി. അറ്റോമൈസേഷൻ എൻതാൽപ്പിയുടെ ഗ്രാഫും ഏകദേശം ഇങ്ങനെ തന്നെയാണ്. കാരണം അറ്റോമൈസേഷൻ എൻതാൽപ്പിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് അൺപെയ്ഡ് ഇലക്ട്രോൺസിനെയാണ്. ഓക്കെ, ദെൻ ഇതെന്തിൻ്റെ ഗ്രാഫാണ് സാറേ? ഇത് നമ്മുടെ അറ്റോമിക് സൈസിൻ്റെ ഗ്രാഫാണ്. അറ്റോമിക് സൈസിൻ്റെ ഗ്രാഫാണ്. അതൊരു ഊനാല് പോലെയാണ്. ഇങ്ങനെ രണ്ട് മരത്തിൽ തമ്മിൽ ഊനാല് ഇങ്ങനെ കെട്ടിയണമെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കയറിയിട്ട് ഇങ്ങനെ ആടുന്നു. ആ ഗ്രാഫാണ്. അറ്റോമിക് സൈസിൻ്റെ ഗ്രാഫാണിത്. ഇത് 3Dയുടെ ഗ്രാഫ്, ഇത് 4D, ഇത് 5D. ഇത് 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. 3Dയുടെ ഗ്രാഫിലും സൈസ് ഇങ്ങനെ ആദ്യം കുറയും, ഇങ്ങനെ കുറഞ്ഞു പിന്നെ ഒന്ന് കോൺസ്റ്റൻ്റ് ആവും, പിന്നെ ഒന്ന് കൂടും. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആവുന്നു, കൂടുന്നു. ഇതാണ് അറ്റോമിക് സൈസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. 4D അങ്ങനെ തന്നെ, 5D അങ്ങനെ തന്നെ. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നത്, 4Dയുടെ സൈസും 5Dയുടെ സൈസും ഏകദേശം സിമിലർ ആണ്. കണ്ടോ, അടുത്തുകൂടിയാണ് പോണത് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. കണ്ടോ, അപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് എന്തൊക്കെ കിട്ടി? ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ 3Dയുടെ സൈസ് കുറവാണ്. ഡൗൺ ദ ഗ്രൂപ്പ് സ്വാഭാവികം 4Dയിലേക്ക് വരുമ്പോൾ സൈസ് കൂട്ടണം, 5Dയിലേക്ക് വരുമ്പോൾ സൈസ് കൂട്ടണം. പക്ഷേ 4Dയുടെ സൈസും 5D സീരീസിലുള്ള ആളുകളുടെ സൈസും ഓൾമോസ്റ്റ് സിമിലർ ആണ് ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ 4Dയുടെ സീരീസും 5Dയുടെ സീരീസും ഓൾമോസ്റ്റ് സിമിലർ ആവാം കാരണം ഇവിടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് എന്നുള്ളത് ഈ ഗ്രാഫിൽ നിന്ന് കിട്ടും. പിന്നെന്താ മനസ്സിലാക്കുന്നത്? എലോങ് പീരീഡ് എന്താ സംഭവിക്കുന്നത്? ആദ്യം ഡിക്രീസ്, പിന്നെ കോൺസ്റ്റന്റ്, പിന്നെ ഇൻക്രീസ്. അതിനെ അവിടെ എഴുതുന്നില്ല, മക്കൾ മനസ്സിലാക്കുക. റെഡി? മറ്റൊരു ഗ്രാഫ്, ഇത് ജസ്റ്റ് അങ്ങനെ ചോദിക്കുന്നൊരു ഭാഗമൊന്നുമല്ല, എന്നാലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റും. അതായത് മിക്കവാറും ഇത് ലാന്തനോയിഡ്സ് ആണിത്. ഓക്കെ, ലാന്തനോയിഡ്സ്. ഈ ലാന്തനോയിഡ്സിൽ 14 പേരല്ല, ലാന്തനം കൂടെ കൂട്ടിയാൽ 15 പേര്. ഓക്കെ, ആ ലാന്തനോയിഡ്സിൽ മിക്കവാറും എല്ലാവരുടെയും കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. മക്കൾ കാണുന്നുണ്ടോ +3 ആണെന്നുള്ളത്? ഇതൊക്കെ +3 ആണ് കേട്ടോ. മനസ്സിലാവുന്നില്ലേ? നോട്ട് ചെയ്യണേ. +3. അയ്യോ സാർ എഴുതിയപ്പോൾ കൂടുതൽ മനസ്സിലായില്ല സാർ. ഓക്കെ സാർ, ഇത് +3 ആണ്. ഇതൊക്കെ +3 ആണ് കേട്ടോ. അതൊക്കെ +3 ആണ്. ഓക്കെ, എന്താ എൻ്റെ ബുദ്ധി? +3 ആണ്. എന്നാൽ +4 കാണിക്കുന്നവരുണ്ട്, +2 കാണിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അത് വെച്ചിട്ട് ചോദ്യം വരാം. ആരൊക്കെയാണ് +4 കാണിക്കുന്നത്? +4 കാണിക്കുന്നതിൽ മെയിൻ ആൾ സീറിയമാണ്. നോട്ട് ചെയ്ത് വെച്ചേ, സീറിയമാണ് മെയിൻ. മറ്റേ PR അതായത് പ്രിസിഡിയമിയം ഒന്നും അധികം ചോദിക്കാറില്ല, ടെർബിയം ചോദിക്കാറില്ല. +4 കാണിക്കുന്നതിൽ മെയിൻ സീറിയമാണ്. +2 കാണിക്കുന്നതിൽ മെയിൻ യൂറോപ്പിയമാണ്. പിന്നെ ഇറ്റർബിയമുണ്ട്, പിന്നെ സമേരിയം, SM. സാർ എന്തൊക്കെയാണ് ഈ പറയണത്? ഓക്കെ, എലമെൻറ്റിൻ്റെ പേരാടാ. സമേരിയം ഉണ്ട്, SM, ദെൻ തുലിയമുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ +3 കാണിക്കുന്നതാണ് മെയിൻ കോമൺ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതല്ലാണ്ട് +4ഉം +2ഉം കാണിക്കുന്നവരുണ്ട് എന്നും കൂടെ പറയാനുള്ള ഒരു ഗ്രാഫാണിത്. സോ നിങ്ങൾക്ക് ഓണം എക്സാമിനുള്ള മൊത്തം ഗ്രാഫുകളും ഞാൻ ഈ ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. താങ്ക് യു.